ഹൈദരാബാദ് 5-6 കൊല്ലം ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോ ഇവര് നമുക്ക് ഈ ഇന്ത്യൻ ടീമും അല്ലെങ്കിൽ മെസ്സി ഒക്കെ കൂടെ നമുക്ക് ഹൈദരാബാദ് എഫ് സിയെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. ഹൈദരാബാദ് എഫ് സി നിങ്ങൾ ആലോചിക്കണം, ഹൈദരാബാദ് എഫ് സി ഒരു ISL കിരീടമുള്ള ഒരു ടീമാണ്. എന്നിട്ട് പോലും ഈ ഹൈദരാബാദിലുള്ള എത്ര പേർ അവരുടെ മത്സരങ്ങൾ ഹോം സ്റ്റേഡിയത്തിൽ പോയി കാണാറുണ്ടായിരുന്നു. ഞാൻ കോവിഡിന് മുമ്പാണ് ഒരു മത്സരം, ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം ഹൈദരാബാദിന്റെ സ്റ്റേഡിയത്തിൽ പോയി കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ചില മത്സരങ്ങളൊക്കെ ഹൈദരാബാദ് ചില മത്സരങ്ങളൊക്കെ നമ്മൾ പോയി കാണാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ കാണുന്നത് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു 2022 2023 തോന്നുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മത്സരം ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേഡിയം ഈ ഹൈദരാബാദ് സെൻട്രൽ പോയിന്റിലാണ്, ഗച്ചിബോളിയിലാണ് സ്റ്റേഡിയം ഉള്ളത്. എന്നിട്ട് കൂടി ആരും അവിടെ എത്താറില്ല, അവരുടെ ഹോം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും എത്താറില്ല. ഇപ്പോ ഒരു കിരീടമുള്ള ടീമാണ്. ഞാൻ ഒരു തവണ ഹൈദരാബാദ് എഫ് സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം കാണാനായിട്ട് ഹൈദരാബാദ് സ്റ്റേഡിയത്തിലേക്ക് പോകാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഒരു ചെറിയൊരു കടയുണ്ട്, ഒരു വാട്ടർ ക്യാൻ ഷോപ്പാണ്. അവിടെ വരുമ്പോൾ കുറെ ആൾക്കൂട്ടം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവർ TV കാണുകയാണ്, TV കണ്ടോണ്ട് നിൽക്കുക. ഞാൻ TVയിൽ നോക്കുമ്പോൾ ഞാൻ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയുടെ കളികളിലുണ്ട്, സാധാരണ ക്രിക്കറ്റിലേക്ക് ഉള്ളപ്പോഴാണ് ഇങ്ങനെ വട്ടം കൂടി കടകളുടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് TV കാണാറുള്ളത്. അപ്പൊ ഞാൻ ഇന്ത്യയുടെ കളികളിലായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ ക്രിക്കറ്റ് കളി തന്നെ, പക്ഷെ സിംബാബ്വേയും അതേപോലെ ബംഗ്ലാദേശും തമ്മിൽ നടന്ന ഒരു മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ആണ് ഇവർ കണ്ടോണ്ടിരിക്കുന്നത്. അവരുടെ ഹോം ടീമിന്റെ മത്സരം അവിടെ ഗച്ചിബോളി അവരുടെ തൊട്ടപ്പുറത്ത് സ്റ്റേഡിയത്തിൽ കളി നടക്കാൻ പോവുകയാണ്. അവരതിൽ ബോധേഡല്ല, അവർക്കത് ആവശ്യമില്ല, അവർക്ക് അതിൽ താല്പര്യമില്ല. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അവരുടെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഫുട്ബോളിനെ പറ്റി പ്രത്യേകിച്ച് ധാരണ ഒന്നും ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.